ഹലോ. അപ്പോൾ നമ്മളുടെ മറ്റേ പവിത്രത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വേദയുടെ അച്ഛൻ ഇങ്ങനെ കോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് സ്റ്റെപ്സ് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോഴേക്കും പെട്ടെന്ന് ആൾക്ക് നെഞ്ചുവേദന വരികയാണ് കേട്ടോ. നെഞ്ചുവേദന വന്നിട്ട് അങ്ങനെ ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പത്മ ചായയും കൊണ്ട് വരുന്നുണ്ട്. വേദയുടെ അമ്മ ചായയും കൊണ്ട് വരികയാണ്. അപ്പോഴാണ് പുള്ളി ഇങ്ങനെ നെഞ്ചും പൊത്തി പിടിച്ച് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കിന് അയ്യോ പിന്നെ ശങ്കരേട്ടാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി പിടിക്കുകയാണ് കേട്ടോ. പിടിച്ചിട്ട് അവിടെ പോയിരിക്കുമ്പോൾ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയും ശ്രീകാന്ത് കുറച്ച് വെള്ളം എടുക്കുക എന്നറിയാം. അപ്പോൾ ശ്രീകാന്ത് അവിടെ അപ്പോൾ പറയും ദീപ്തി കുറച്ച് വെള്ളം കൊണ്ട് ഓടി വാന്ന് പറയും. അങ്ങനെ വെള്ളം എടുത്ത് വരുമ്പോഴേക്കും എന്താ പറ്റി ചോദിച്ചിട്ട് എല്ലാവരും ഓടി വരും. അപ്പോഴേക്കും അച്ചമ്മയും വരുന്നുണ്ട്, ഈ ജഡ്ജിയുടെ അമ്മയും വരുന്നുണ്ട്. എല്ലാവരും കൂടെ വരികയാണ്. അപ്പോൾ പറയും വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറയും. ഹോസ്പിറ്റലിൽ പോകുന്നു വേണ്ട, പെട്ടെന്ന് നെഞ്ചിനൊരു കൊളുത്ത് വന്ന പോലെ ഗ്യാസാവും അറിയാം. അതൊന്നല്ല, പോകാതിരിക്കാൻ പറ്റില്ല, പോകണമെന്ന് അറിയണം. അപ്പോൾ പറയും പിന്നെ എല്ലാവരും ഓടി വരുന്നു. അപ്പോൾ ദീപ്തിയും വന്നിരുന്ന് ഭയങ്കര കരച്ചില്ല. അപ്പോൾ കരയൊന്നും വേണ്ട മോളെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അത് പറ്റില്ല, ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയും. അപ്പോൾ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ എപ്പോഴും ഇന്നലെ വിടാൻ പോയി, ഇപ്പോൾ ഇന്നിപ്പോൾ നെഞ്ചുവേദനയും. അപ്പോൾ എടുത്ത വഴിക്ക് ശ്രീകാന്ത് പറയും എങ്ങനെ വരാതിരിക്കുക, അവൾ അത്രയ്ക്ക് സ്ട്രെസ്സ് കൊടുക്കണ്ടല്ലോ അച്ഛനെന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ ശ്രീകാന്തേ നീ മിണ്ടാതിരിക്കുക, ആരെ സ്ട്രെസ്സ് തരുന്നത്, നീ ജാതിപോരിൻ്റെ മറ്റേ ഇതിൻ്റെ മുകളിൽ നീ നടത്തുന്ന ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് എന്നിങ്ങനെ പറയും. പിന്നെ അയാളൊന്നും മിണ്ടില്ല, കാരണം അവളെ അത്രയ്ക്കും ദ്രോഹിക്കുന്നുണ്ട്, അവരുടെ പിന്നാലെ നടന്ന് ദ്രോഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടും ആയിക്കൂടെ എന്നൊക്കെ അങ്ങനെ ചോദിക്കുക, പിന്നെ മിണ്ടുന്നില്ല. അപ്പോൾ ഇവരൊക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് കേട്ടോ. അതിൽ പറയും അമ്മ പറയുകയാണ്, അയാളുടെ അമ്മ പറയുക, ശങ്കരനാരായണൻ്റെ അമ്മ പറയുന്നുണ്ട് മോനെ എന്തായാലും വേണ്ടില്ല, നിനക്ക് ഹോസ്പിറ്റലിൽ പോകണം, നീ ഒന്നും ഇങ്ങോട്ട് പറയേണ്ട അറിയും. അപ്പോൾ അമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല അറിയും. പറ്റില്ല പോയേ പറ്റൂ അറിയാം. അപ്പോൾ പലപ്പോൾ നീ പോയി പെട്ടെന്ന് റെഡിയാവും, ഞാനും റെഡിയായിട്ട് വരാം, നീയും വരണം,